പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരു തറ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ തറ ഉണ്ടാക്കിയിട്ട് പിന്നെ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഏത് ചെയ്യണമെന്ന്. കാരണം വിപണിയിൽ ഒരുപാട് ഐറ്റംസുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും സെക്യൂറായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ഒരു വാട്ടർ പ്രൂഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് കാപ്പിലറി റിയാക്ഷൻ ഒക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഭൂമിയിൽ നിന്ന് ഇങ്ങനെ കിളിർത്ത് വരണതാണ് കാപ്പിലറി. അപ്പം അതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ടെക് നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റും. ടെക്വെൻസിൻ്റെ നൗഫലാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാധാരണ നമ്മൾ ഒരു തറ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ പടുത്തുയർത്തലാണ്. പിന്നെ പല ഭാഗങ്ങളിലും ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ കാണാൻ കിളിർത്തിട്ട് ഇങ്ങനെ വരുന്നു കാപ്പിലറി റിയാക്ഷൻ ഒക്കെ. ഇപ്പോ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അല്ലെ? ഞാൻ കമ്പനിയുടെ പേര് പറയണ്ട, ഒരുപാട് കെമിക്കലുകൾ ഇപ്പൊ നമ്മ ചെയ്യണത് എന്ന് പറഞ്ഞാല് മെമ്പറൈനാണ്. അപ്പൊ എന്താണ് ഇതൊക്കെ അതിൽ നിന്നുള്ള വ്യത്യാസം? പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് ഡാം പ്രൂഫ് കോഴ്സ്, DPC എന്ന് പറയും. ഡാം പ്രൂഫ് കോഴ്സ് അതാണ് പറയാറ്. അപ്പൊ ഈ ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തറയിൽ നിന്ന് ഈർപ്പം കയറിയിട്ട് ചുമലിൽ കയറി പുട്ടിയും പെയിന്റ് എല്ലാം പൊടിഞ്ഞ് പീൽ ഓഫ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതാണ് മെയിനായിട്ട് നമുക്ക് വരുന്ന പ്രശ്നം. അപ്പൊ അതിന് നമ്മൾ പ്രത്യേകിച്ച് കായലോരം, കടലോരം, പിന്നെ മണ്ണിട്ട് തൂർത്തിട്ടുള്ള കൃഷി സ്ഥലങ്ങൾ ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ. അതിലൊക്കെയാണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ വരാറ്. അപ്പോൾ കൂടുതലും നമ്മൾ ചെയ്യുന്നത് 2 ടൈപ്പാണ് ചെയ്യാറ്. ഒന്ന് നമ്മൾ ചെയ്യുന്നത് ബിറ്റുമിൻ കോട്ടിങ് ചെയ്യാറുണ്ട്. ബിറ്റുമിൻ കോട്ടിങ്, ബ്രഷ് അപ്ലൈഡ് കോട്ടിങ്. ഇത് പ്രൈമറാണ് വരുന്നത്. അതെ, നെറ്റോപ്പ്, ഫോസ്റ്റോക്ക് പോലത്തെ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിനെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലൈഫ് കുറവാണ്. ബിറ്റുമിൻ ഷീറ്റിന്റെ കലത്തിലൊക്കെ ഇങ്ങനെ അത് ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കലത്തിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന പോലെയല്ല നമ്മളെ കോൺക്രീറ്റിൽ ചെയ്യുന്നത്. കാരണം അതൊരു വെറും മണ്ണാണ് അതിൽ വരുന്നത്. അവരുടെ പ്രൊഡക്റ്റ് നല്ലതോ ചീത്തോ എന്താണെന്ന് അറിയില്ല. അവര് അതുപോലെ നമുക്കിപ്പോ ഒന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് സിമെന്റും SBRും ചേർത്തിട്ട് നമ്മളൊരു ബോക്സിൽ, ഒരു കാർഡ്ബോർഡ് ബോക്സിൽ അടിച്ചാലും വെള്ളം നിർത്തിയാ ചോരില്ല. അല്ല, നമുക്ക് ചുരുക്കി പറയാം, ഇപ്പൊ ഈ കോൺക്രീറ്റിന്റെ മേലെ കൂടെ തന്നെ വണ്ടി കയറി ഒന്നും പറ്റില്ല, പക്ഷെ വെള്ളം കയറി വരുന്നുണ്ട്. അതെ, നമ്മൾ 4 ഇഞ്ച് സ്ലാബ് നമ്മൾ ടെറസിൽ ചെയ്യാറുണ്ട്, എന്നിട്ട് പോലും അത് ചോർച്ച വരാറുണ്ട്. അപ്പോ അതിലൊരു കാര്യമല്ല, അതിന് ഞാനതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ബിറ്റുമിൻ ഷീറ്റ്, നമ്മൾ ബിറ്റുമിൻ കോട്ടിങ് ലൈഫ് കമ്പാരിറ്റീവ്ലി കുറവാണ് ബിറ്റുമിൻ ഷീറ്റിനെ അപേക്ഷിച്ച്. അപ്പോൾ കൂടുതലും നമ്മൾ ചെയ്യുന്നത് ബിറ്റുമിൻ ഷീറ്റാണ്. അപ്പോൾ ബിറ്റുമിൻ ഷീറ്റിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ 3 mm തിക്നെസ് വരുന്നുണ്ട്, 2 mm വരുന്നുണ്ട്, 4 mm വരുന്നുണ്ട്. ഫസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പ്രൈമർ അപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബിറ്റുമിൻ ഷീറ്റ് ചെയ്യാനാണ് പതിവ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണ് അത്. ബിറ്റുമിൻ ഷീറ്റ് ബിറ്റുമിൻ കണ്ടന്റ് ഉള്ളത് കാരണം കോൺക്രീറ്റിന്റെ ഉള്ളായാലും മണ്ണിലായാലും ഈ സാധനം ഡാമേജ് ആവില്ല. ഇതിന് നമ്മൾ ഡ്രില്ല് കട്ട് ചെയ്യേ അല്ലാതെ ഈ സാധനം ഡാമേജ് ആവില്ല. ഇതിൽ നമ്മൾ പിന്നെ സിക്ക വരുന്നുണ്ട്, ഏഷ്യൻ പെയിന്റ്സിൽ വരുന്നുണ്ട്, ബർജർ പെയിന്റ്സിൽ വരുന്നുണ്ട്, പിന്നെ STP വരുന്നുണ്ട്. അങ്ങനെ പല ബ്രാൻഡുകളും വരുന്നുണ്ട്. സിക്കയാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും